താമരശ്ശേരി ചുരത്തിൽ മരം ഒടിഞ്ഞു വീണ ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാഹുൽ കെ വേണ്ടി രാഹുൽ, ഇപ്പോൾ സാഹചര്യം എന്താണ്? രതീഷ്, താമരശ്ശേരി ചുരത്തിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. റോഡിന് കുറുകെയാണ് ഒരു വലിയ മരം ഒടിഞ്ഞു വീണിട്ടുള്ളത്. ചുരം രണ്ടാം വളവിനും ചിപ്പിലിത്തോടിനും ഇടയിലുള്ള ഭാഗത്താണ് ഇതുപോലെ വലിയ മരം ഒടിഞ്ഞു വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോഡിന് കുറുകെ ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിൽ മരം ആരുടെയും ദേഹത്തല്ല, യാത്രക്കാരുടെ ദേഹത്തേക്കൊന്നും അല്ല വീണത് എന്നുള്ളത് മാത്രമാണ് വലിയ ആശ്വാസകരമായ കാര്യം. ഇത്രയും വലിയ മരമായതുകൊണ്ട് തന്നെ മുറിച്ചു നീക്കുന്നതിന് കുറച്ചധികം സമയമെടുക്കും. അത്രയും സമയം ചുരത്തിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടും എന്ന കാര്യത്തിൽ തടസ്സപ്പെട്ടു നിൽക്കുകയും ചെയ്യും. നിലവിൽ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. കൽപ്പറ്റയിൽ നിന്നാണ് ചുരമിറങ്ങി ഫയർഫോഴ്സ് സംഘം എത്തുന്നത്. നിലവിൽ ചുരവുമായി ബന്ധപ്പെട്ടുള്ള ചുരം സംരക്ഷണ സമിതി, അതുപോലെ ഗ്രീൻ ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള വളണ്ടിയർമാർ സ്ഥലത്തേക്ക് എത്തി മരം മുറിച്ചു നീക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ മാത്രമാണ് ആരംഭിക്കുന്നത്. അതിൽ ചുരത്തിൽ ശക്തമായ മഴയാണ് ലഭിച്ചിരുന്നത്. ജില്ലയിൽ മറ്റിടങ്ങളിൽ മഴയില്ലെങ്കിലും താമരശ്ശേരി ചുരത്തിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. ഏകദേശം ഒരു 4:27 ഈ വലിയ മരം അങ്ങോട്ടേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ മുറിച്ചു നീക്കാൻ ആരംഭിച്ചിട്ടില്ല, പക്ഷേ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളണ്ടിയർമാരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മരം നീക്കാതെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നതാണ്. ഏകദേശം കുറച്ചധികം സമയം ചുരത്തിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. ചുരത്തിൽ നല്ല തിരക്ക് വാഹനങ്ങളുടെ ഉണ്ടായിരുന്നു, നീണ്ട നിരയുണ്ടായിരുന്നു. ഈ സമയത്തു കൂടിയാണ് ഇങ്ങനെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിൽ റോഡിന് കുറുകെ വലിയൊരു മരം വീഴുകയും ചെയ്തിട്ടുള്ളത്. രതീഷ്, രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു പ്രതിസന്ധിയാണ്. താമരശ്ശേരി ചുരത്തിൽ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി.